അസ്സലാമലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ എല്ലാവരും പോയി കാണില്ലേ? അവസാനമാണ് കേട്ടോ പോകുന്നത്. പോണം കരുതല്ലാണ്ട് പോകാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഗുണ കേവ് കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ. പാലക്കാട് എക്സിബിഷന്. അപ്പോൾ ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട്. നമ്മൾ അകത്തോട്ട് കയറുകയാണ് കേട്ടോ. അപ്പോൾ അകത്തോട്ട് കയറിയുള്ള ഒരു ഗുഹൻ്റെ ഉള്ളിലോട്ട് പോകുന്ന പോലെ ആ ഒരു ഫീലാണ് കേട്ടോ. പിന്നെ ലൈറ്റ് അറേഞ്ച്മെൻ്റൊക്കെ അവർ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതൊരു എന്താ പറയുക, ഒറിജിനലായിട്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. അങ്ങനെ ഉണ്ട് കേട്ടോ കാണാനായിട്ട്, അടിപൊളിയായിട്ടുണ്ട്. പിന്നെ നമ്മൾ മഞ്ഞുമൽ ബോയ്സ് ആ ഒരു സിനിമയിൽ കണ്ട ആ ഒരു രംഗങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ മോന് ഫോട്ടോ എടുക്കാൻ അടിപൊളിയാണ് കേട്ടോ. ഇവിടെ കപ്പിൾസിനായാലും മക്കൾക്കായാലും ആർക്കായാലും ഫോട്ടോ എടുക്കുന്നവർക്ക് എന്തായാലും ഈ ഒരു എക്സിബിഷൻ എന്തായാലും ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ ഞാനും കുറച്ച് മോൻ്റെ പിക്കൊക്കെ അങ്ങനെ എടുത്തു കേട്ടോ. പക്ഷെ അവിടെ ഒന്നും എടുക്കാനായിട്ട് പറ്റിയില്ല, നല്ല ക്രൗഡ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കിട്ടിയ കാർഡ് എടുത്തു. പിന്നെ ഈ ഭാഗത്ത് പിന്നെ അവിടെ ശരിക്കുള്ള സ്റ്റോറി ആ കാര്യങ്ങൾ പിന്നെ ഇത് കണ്ടപ്പോൾ ഞാൻ കുറച്ച് നേരം നിന്ന് നോക്കിട്ടോ. നമുക്ക് പലതും ചിന്തിച്ചു പോകും കേട്ടോ. പിന്നെ സ്നോ വേൾഡാണ് കേട്ടോ. പിന്നെ ഇതിനുള്ളിൽ കാണാനായിട്ട് നല്ല രസമുണ്ട് കേട്ടോ. നല്ല കൂളിംഗ് ആയിട്ട് കൂളറൊക്കെ വെച്ച് ഫാനൊക്കെ സെറ്റാക്കിയിട്ട് നല്ല രസമുണ്ട് കേട്ടോ. ആ ഒരു ഫീല് നമുക്ക് തരുന്നുണ്ട് കേട്ടോ സ്നോൻ്റെയൊക്കെ. അപ്പോൾ മക്കൾക്ക് നന്നായിട്ട് ഇഷ്ടമാവും കേട്ടോ. അവർക്ക് കുട്ടികൾക്ക് പറ്റിയ ഒരു സ്നോ തന്നെയാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞതിന് ഫ്ലവർ ഇവിടെയാണ് കേട്ടോ ഫോട്ടോ എടുക്കാനായിട്ട് അടിപൊളി സെറ്റ് സ്ഥലമാണ്. ഞാൻ പോകുമ്പോൾ നല്ല ക്രൗഡ് ആയതുകൊണ്ട് നമുക്ക് അതിനൊന്നും സാധിച്ചില്ല കേട്ടോ. പിന്നെ അവിടെ നിന്ന് അങ്ങനെ പോയാൽ പിന്നെ ഓരോ കടകളാണ് കേട്ടോ. പിന്നെ നമ്മൾ പണ്ടത്തെ കഴിക്കാറുള്ള പുളിമുട്ടായി, തേൻ മുട്ടായി, കമ്പറക്കെട്ട്, കടല മിഠായി, നാരങ്ങ മിഠായിയൊക്കെ. പിന്നെ അനിയത്തിക്ക് ഫോണ് വാങ്ങില്ല കേട്ടോ. ഫോണിന് കവർ വാങ്ങിയിട്ടോ. കവറും ആ ഗ്ലാസ്സൊന്ന് മാറ്റിയിട്ടോ. അപ്പോൾ 2 കവർ വാങ്ങി നമ്മൾ അതൊക്കെ നോക്കി പുറത്തോട്ട് വന്നു. മോനെ ഈ റൈഡിൽ ഒന്ന് കയറണം എന്ന് പറഞ്ഞു. അപ്പോൾ കയറ്റിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നേരം ഞങ്ങൾ അവിടെ നിന്ന് ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ ട്രെയിനിൽ കയറിയിട്ടോ. പിന്നെ പഞ്ഞിമുട്ടായി വേണം പറഞ്ഞു. പഞ്ഞിമുട്ടായി അങ്ങ് വാങ്ങിച്ചു കൊടുത്തു. ആ കണ്ടപ്പോൾ നല്ല രസമുണ്ട്. അപ്പോൾ ഒരു വീഡിയോ എടുത്തു കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമാണോ പഞ്ഞിമുട്ടായി എന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ അതിന് ശേഷം നമ്മൾ ഇവിടെ ഗെയിം ഉണ്ടല്ലോ, ഓരോ ഗെയിം. അപ്പോൾ ജസ്റ്റ് ഒന്ന് കളിച്ച് നോക്കാൻ പറഞ്ഞ് കളിച്ചു കേട്ടോ. വെറും നമുക്ക് ഓരോ ഇഷ്ടങ്ങളല്ലേ. അപ്പോൾ ഒരു രസം. 50 രൂപയായിരുന്നു കേട്ടോ. പൈസ പോയത് കാര്യമുള്ളൂ, ഒരു സംഗതിയും കിട്ടിയില്ല കേട്ടോ. പിന്നെ അവിടെ നിന്ന് അങ്ങനെ ഗെയിമും വേണ്ട, ഗെയിമിൻ്റെ ആഗ്രഹമൊക്കെ തീർന്നു കേട്ടോ. പിന്നെ ഈ കുട്ടികൾ ഈ ചെറിയൊരു ബോട്ടിലൊക്കെ പോകണതാണ് നല്ല രസമുണ്ട്. അപ്പോൾ അതൊന്ന് കണ്ടു. പിന്നെ ഈ കുട്ടീനെ കാണാൻ നല്ല രസമല്ലേ. അപ്പം ഞാൻ ചുമ്മാ അതങ്ങ് വീഡിയോ എടുത്താണ് കേട്ടോ. പിന്നെ ട്രെയിനിൽ ഇരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ട്രെയിനിൽ പോകുന്നുണ്ട് ആൾ. അപ്പോൾ അതിലും കുറച്ച് നേരമൊക്കെ ഇരുന്ന് നമ്മളവിടെ നിന്ന് അങ്ങനെ ഈ ഒരു സംഭവത്തിൽ നിങ്ങൾ ഇരുന്നിട്ടുണ്ടോ? ഉറപ്പേ നമ്മുടെ ശ്വാസം നിലച്ച് പോകും കേട്ടോ. ഞാൻ ഇരുന്നിട്ടുണ്ട്, എനിക്ക് ഭയങ്കര പേടിയാണ്. പിന്നെ പോപ്കോൺ വേണം പറഞ്ഞ മോനെ പോപ്കോണൊക്കെ വാങ്ങി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആളത് കഴിക്കുകയാണ്. ഇത് കാണാൻ നല്ല രസമുണ്ടല്ലേ. പക്ഷേ എനിക്ക് പേടിയാണ് കേട്ടോ ഈ റൈഡിൽ ഇരിക്കാനായിട്ട്. ഇതിൻ്റെ പേര് അറിയണവരൊന്ന് കമൻറ്റ് ചെയ്യുക. ഞങ്ങളുടെ ഭാഗത്തൊക്കെ എന്തറൂഞ്ഞാൽ എന്നാണ് കേട്ടോ പറയുക. നിങ്ങളുടെ ഭാഗത്തൊക്കെ എന്താ പറയുക കമൻറ്റ് ചെയ്യുക. ഈ ഇടയ്ക്ക് ആരോ കൂട് പൊട്ടി വീണൂല്ലേ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് നമ്മളങ്ങനെ കൊടുവായൂർ എത്തിയിട്ടുണ്ട്. ടൈം 9 മണിയൊക്കെ 8:30 ആവും കേട്ടോ. 8:30 ആയി. അപ്പോൾ നേരെ ഹോട്ടലിൽ പോകാമെന്ന് കരുതിയിട്ടോ. ഇനി പോയി ഫുഡൊക്കെ ഉണ്ടാക്കാൻ വയ്ക്കുന്നതിന് സമയമാവും. അതുപോലെ തന്നെ മോന് നാളെ സ്കൂളുണ്ട്. അപ്പോൾ നമ്മൾ സൺഡേ ആണ് വന്നത്. അപ്പോൾ നമ്മളെല്ലാവരും റോസ്റ്റ് കഴിച്ചു കേട്ടോ. എല്ലാവരും ഓരോ ഗീ റോസ്റ്റാണ് കഴിച്ചത്. അപ്പോൾ അതിൻ്റെ കൂടെ ചമ്മന്തി, ചട്നി, സാമ്പാറുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും അത് കഴിച്ചിട്ടും നല്ല വിശപ്പ്. അപ്പോൾ ഓരോ പൊറോട്ടയും കൂടി കഴിക്കാമെന്ന് കരുതി. അപ്പോൾ അടിപൊളി ചെന്ന മസാല ആയിരുന്നു കേട്ടോ. അപ്പോൾ കൊടുവായൂർ
ഗ്രേസ് ഹോട്ടലിലാണ് കേട്ടോ പോയി കഴിച്ചത്. അവിടുത്തെ ചെന്ന മസാലയും പൊറോട്ടയും അടിപൊളി കോംബോ ആണ് കേട്ടോ, അടിപൊളി ടേസ്റ്റും കൂടിയാണ്. അപ്പോൾ അവിടെ നിന്ന് അതിന് നല്ല പഞ്ഞി പോലെ പൊറോട്ടയും നല്ല അടിപൊളിയായിട്ടുള്ള ചെന്ന മസാലയും കൂട്ടി കഴിച്ചു. അതും ഓരോന്ന് കഴിച്ചു കേട്ടോ, ഓരോ പൊറോട്ടയും ഓരോ റോസ്റ്റും എല്ലാവരും കഴിച്ചു. പിന്നെ അവിടെ നിന്ന് നമ്മൾ വാപ്പാക്ക് ബീഫ് റോസ്റ്റും പത്തിരിയും കൂടി വാങ്ങി നമ്മൾ വീട്ടിലോട്ട് പോയി.